നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ സമീപത്താണ് എത്തി നിൽക്കുന്നത്. കല്ലേകുളങ്ങര ഹേമാംബികാ ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പ്രശസ്തമായ 4 അംബികാ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ഭഗവതിയുടെ കൈപ്പത്തിയാണ് പ്രതിഷ്ഠ. കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം എന്നത് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇവിടെ കുടികൊള്ളുന്ന ആ ഭഗവതിയുടെ ഹേമാംബികയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്ക് ഈ ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. പാലക്കാട് നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയായി അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ കല്ലേകുളങ്ങര എന്ന ദേശത്ത് ശ്രീ ഏമൂർ ഭഗവതി ക്ഷേത്രം അഥവാ കല്ലേകുളങ്ങര ശ്രീ ഹേമാംബികാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പ്രശാന്ത സുന്ദരമായൊരു ഗ്രാമത്തിൽ തടാകത്തിനോട് ചേർന്ന് നിലകൊള്ളുന്ന ഈ ക്ഷേത്രം പരശുരാമൻ കേരളത്തിനെ സംരക്ഷിക്കുവാനായി പ്രതിഷ്ഠിച്ച 4 അംബികാലയങ്ങളിൽ ഉൾപ്പെടുന്നു. മൂകാംബികയായി കൊല്ലൂരിലും ബാലാംബികയായി കന്യാകുമാരിയിലും ഹേമാംബികയായി കല്ലേകുളങ്ങരയിലും ലോകാംബികയായി കൊടുങ്ങല്ലൂരിലും പരശുരാമൻ ആദിപരാശക്തിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. എന്നാൽ ലോകാംബികയായി ദേവി കുടികൊള്ളുന്നത് വടകര ലോകനാർക്കാവിലാണ് എന്നും ഒരു വാദമുണ്ട്. എന്തായാലും പർവ്വതങ്ങളെയും സമുദ്രത്തെയും കരയെയും ഒരേപോലെ സംരക്ഷിച്ചുകൊണ്ട് ജഗൽ ജനനി ഈ 4 അംബികാലയങ്ങളിലും പരിലസിക്കുന്നു. പാലക്കാട് ചുരത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള കരിമലയിലാണ് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ആദ്യത്തെ ദേവീ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. പിന്നീട് മലമ്പുഴ ഡാമിൻ്റെ വടക്ക് ഭാഗത്തുള്ള മുതിരാംകുന്നിൽ ആദിശങ്കരാചാര്യർ ഈ ദേവിയെ തന്നെ പുനഃപ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ആദിശങ്കരന് മുമ്പിൽ ദേവി തൻ്റെ മുദ്ര വെളിപ്പെടുത്തിയ സ്ഥലം മുദ്രാംകുന്ന് എന്നും പിന്നീട് മുതിരാംകുന്ന് എന്നും അറിയപ്പെട്ടു എന്നൊക്കെ വാമൊഴികളുണ്ട്. പിന്നീട് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഏകദേശം 13-ാം നൂറ്റാണ്ടിലാണ് ഹേമാംബിക കല്ലേകുളങ്ങരയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അമ്മയുടെ ആ വരവിന് പിറകിൽ ഒരു ഐതിഹ്യവുമുണ്ട്. പരമഭക്തരായ കുറൂർ നമ്പൂതിരിപ്പാടും സുഹൃത്ത് കൈമുക്ക് നമ്പൂതിരിയും വനത്തിനുള്ളിൽ മലമുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ദേവീക്ഷേത്രത്തിലേക്ക് നിത്യവും തൊഴാൻ പോകാറുണ്ടായിരുന്നു. യാത്രയും മലകയറ്റവും കഠിനമായിരുന്നുവെങ്കിലും അവർ ദേവീ ദർശനത്തിന് ഒരു ദിവസം പോലും മുടക്കം വരുത്തിയതുമില്ല. പ്രായാധിക്യം കാരണം ഒരിക്കൽ യാത്രക്കിടയിൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുവാനിരുന്നു. അപ്പോൾ അതീവ തേജസ് തുളുമ്പുന്ന മുഖത്തോടുകൂടിയ പ്രായമായ ഒരമ്മ അവർക്കരികിലേക്ക് വന്ന് കുറേ പഴങ്ങൾ സമ്മാനിച്ചു. ആ പഴങ്ങൾ കഴിച്ചതും ക്ഷീണം പെട്ടെന്ന് മാറി എന്ന് മാത്രമല്ല, അലൗകികമായൊരു പരമാനന്ദം അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ആ വൃദ്ധ അപ്രത്യക്ഷയാവുകയും ചെയ്തു. പിറ്റേ ദിവസം ക്ഷേത്രത്തിലേക്ക് പോകും വഴി 2 പേരും തലേന്ന് വിശ്രമിച്ച വൃക്ഷത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു ആന അവിടെ നിൽക്കുന്നത് കണ്ടു. അടുത്ത് തന്നെ അനേകം കോടി സൂര്യന്മാർ ഉദിച്ചുയർന്ന പോലെ സ്വർണപ്രഭയോടുകൂടി സാക്ഷാൽ ജഗദംബികയെയും അവർക്ക് കാണുവാൻ സാധിച്ചു. അന്നു മുതൽ അവർ 2 പേരും ദേവീദർശനം ലഭിച്ച ആ മരച്ചുവട്ടിൽ വന്ന് ദേവിയെ ആരാധന നടത്തുവാനും തുടങ്ങി. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കാരണം യാത്ര അസാധ്യമായി വന്ന ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം കുറൂർ നമ്പൂതിരിക്ക് ഒരു സ്വപ്ന ദൃശ്യമുണ്ടായി. ഇല്ലത്തിനടുത്തുള്ള കുളത്തിൽ താൻ പ്രത്യക്ഷപ്പെടുമെന്നും ഇനി മുതൽ അവിടെ തന്നെ ആരാധിക്കാമെന്നും ദേവി നമ്പൂതിരിപ്പാടിനോട് അരുളി ചെയ്തു. അദ്ദേഹത്തിന് അത്യന്തം സന്തോഷം തോന്നുകയും നേരം പുലരുവാനായി കാത്തിരിക്കുകയും ചെയ്തു. പിറ്റേന്ന് അതിരാവിലെ തന്നെ നമ്പൂതിരിപ്പാട് മനയ്ക്ക് സമീപമുള്ള ചിറയ്ക്ക് അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അപ്പോൾ ആ വലിയ ചിറയുടെ മധ്യത്തിൽ നിന്നും
അതിമനോഹരമായ വളകളണിഞ്ഞ 2 കൈകൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് അദ്ദേഹം ദർശിച്ചു. ആ മഹാഭക്തൻ ദേവീ ദർശനത്തിൻ്റെ ആ സന്തോഷത്തിൽ എല്ലാം മറന്ന് പ്രായത്തിൻ്റെ അവശതകൾ കൂടി ഗൗനിക്കാതെ ചിറയിലേക്ക് എടുത്തു ചാടുകയും വേഗം നീന്തി ദേവിയുടെ കൈകൾക്ക് അരികിലെത്തുകയും ചെയ്തു. പ്രപഞ്ചമാതാവിൻ്റെ ആ അതിസുന്ദരമായ തൃക്കൈകളിൽ അദ്ദേഹം സ്പർശിച്ചതും 2 കൈകളും കല്ലായി മാറുകയും നിശ്ചലമാവുകയും ചെയ്തു. കുളത്തിൽ വെച്ച് ദേവിയുടെ കൈകൾ കല്ലായി മാറിയ സ്ഥലം കല്ലേകുളങ്ങര എന്ന് പ്രശസ്തമായി തീർന്നു. സംഭവമറിഞ്ഞ് പാലക്കാട് രാജാവായിരുന്ന ശേഖരീവർമ്മ വലിയ രാജയും തന്ത്രിമുഖ്യനായ ചേന്നാസ് നമ്പൂതിരിയും സ്ഥലത്തെത്തി. എല്ലാവരും കൂടെ ആലോചിച്ച് സ്വയംഭൂവായ ദേവിയുടെ കൈപ്പത്തികൾക്ക് ചുറ്റിലും ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ തടാകത്തിനെ കുറേ മണ്ണിട്ട് നികത്തി ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ രൂപപ്പെട്ട് വന്നതാണ് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള 5 കുളങ്ങൾ എന്ന് പറയപ്പെടുന്നു. തടാകത്തിൽ നിന്നും വീണ്ടെടുത്ത ഭൂമിയിൽ നിർമ്മിച്ച ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി അതീവ വ്യത്യസ്തവും ഐതിഹ്യകഥയെ സാധൂകരിക്കുന്നതുമാണ്. ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠ ജഗദംബികയുടെ കൈപ്പത്തികളാണ് എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. സ്വയംഭൂവായ പ്രധാന ശിലാപ്രതിഷ്ഠ നൂറ്റാണ്ടുകളായി അതേപോലെ ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ പ്രദക്ഷിണം ചെയ്യുവാൻ സാധിക്കുക ശ്രീകോവിലിനെ മാത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പിറകിൽ തടാകമായതിനാൽ വലിയമ്പലത്തിൻ്റെ ചുറ്റിലും പ്രദക്ഷിണം സാധ്യമല്ല. ഞങ്ങൾ എത്തിയ സമയത്ത് ശ്രീകോവിലിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. അതിനാൽ തന്നെ ശ്രീകോവിലിൽ പ്രദക്ഷിണം ചെയ്യാൻ സാധ്യമല്ലാതായി തീർന്നു. പ്രപഞ്ചമാതാവിൻ്റെ ദിവ്യമായ അതിസുന്ദരമായ തൃക്കൈകൾ പരിശോഭിക്കുന്ന ശ്രീകോവിൽ പരമമായ ശാന്തിയും ജ്ഞാനവും സുരക്ഷിതത്വവും ധൈര്യവുമാണ് പ്രവഹിപ്പിച്ചത്. പ്രഭാതത്തിൽ സരസ്വതീ ദേവിയായും മധ്യാഹ്നത്തിൽ ലക്ഷ്മീ ദേവിയായും വൈകിട്ട് ദുർഗാദേവിയായും ഹേമാംബിക ഇവിടെ പരിശോഭിക്കുന്നു. നൃത്തം, സംഗീതം തുടങ്ങി കലയെ ഉപാസിക്കുന്നവരുടെ ഇഷ്ടദേവത കൂടിയാണ് ഇവിടെ വാഴുന്ന ദേവി എന്നാണ് വിശ്വാസം. വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ചയ്ക്കും മാറാ ദുരിതങ്ങൾ അകലുവാനും രോഗങ്ങൾ മാറുവാനും ഇവിടെ വന്ന് ഹേമാംബികയെ ഭജിച്ചാൽ മതി എന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം പാലക്കാട് രാജാവിൻ്റെ ഭരണത്തിൻ കീഴിലും ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമാണ് ക്ഷേത്രമുള്ളത്. ക്ഷേത്ര നിർമ്മിതി പൗരാണികവും അതീവ വേറിട്ടതുമാണ്. പണ്ട് കരിമല ഉൾപ്പെടുന്ന പാലക്കാടൻ മലകളിൽ നീലാസുരൻ എന്നൊരു അസുരൻ്റെ ശല്യമുണ്ടാവുകയും പരശുരാമൻ അതിൽ നിന്നും മോചനം കാക്ഷിച്ച് മഹാദേവനെ തപസ് ചെയ്യുകയും ചെയ്തു. കൈലാസനാഥൻ്റെ ഇംഗിതമനുസരിച്ച് ഹേമാംബിക ദുർഗാഭഗവതിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് അസുരനെ വധിച്ച് അതിനുശേഷം ദേവിയെ പരശുരാമൻ കരിമലയിൽ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ ദേവീ ചൈതന്യം ഇവിടെ ആദ്യം എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ വാമൊഴികളായി പ്രചരിക്കുന്നുമുണ്ട്. പാലക്കാട് വലിയ രാജാവ് രചിച്ച നീലാസുരവധം ആട്ടക്കഥയിൽ നമ്മളിപ്പോൾ സ്മരിച്ച ഈ ഐതിഹ്യവും ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ചൈതന്യ വിശേഷവും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ടത്രേ. ചേന്ദമംഗലം ശിവക്ഷേത്രവും ഈശ്വരമംഗലം ശിവക്ഷേത്രവും ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ 2 കീഴേടങ്ങളാണ്. നമ്മളിപ്പോൾ ചേന്ദമംഗലം ശിവക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ശിവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രത്തിനേക്കാളും പൗരാണികമാണ് എന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടു. ഹേമാംബിക ക്ഷേത്രത്തിൽ ഇന്ദിരാഗാന്ധി ഒരിക്കൽ സന്ദർശിച്ചിരുന്നു അത്രേ. അതിനുശേഷമാണ് കൈപ്പത്തി ചിഹ്നം കോൺഗ്രസിന് നൽകുവാൻ അവർ തീരുമാനിച്ചത് എന്നൊരു ചരിത്രവും പ്രചാരത്തിലുണ്ട്. നവരാത്രിയാണ് ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. സരസ്വതീ ഭാവം ദേവിക്കുള്ളതിനാൽ വിദ്യാരംഭം കുറിക്കൽ വളരെ പ്രധാനമാണ്. നവരാത്രി അതീവ വിപുലമായി 9 ദിവസവും ആചരിക്കാറുണ്ട്. മണ്ഡലകാലത്ത് കളമെഴുത്തുപാട്ട് നടക്കാറുമുണ്ട്. വൃശ്ചികാവസാനം പൊന്നമ്പാടിപ്പാട്ട് പ്രധാനമാണ്. മീനത്തിലെ പ്രതിഷ്ഠാദിനത്തിൽ ലക്ഷാർച്ചന ഉണ്ടാകാറുണ്ട്. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ പ്രധാനമാണ്. 2 കീഴേടം ക്ഷേത്രങ്ങളിലും ശിവരാത്രി അതീവ ഗംഭീരമായി ആഘോഷിക്കാറുമുണ്ട്.
ചതുശതം പണപ്പായസം, ഭഗവത് സേവ, കൂട്ടുപായസം, ത്രിമധുരം, പാൽപ്പായസം, സൂക്തപുഷ്പാഞ്ജലികൾ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകളും ദേവീക്ഷേത്രത്തിലുണ്ട്. സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും അതീവ ശ്രേഷ്ഠമാണ് ഹേമാംബികാ ദർശനം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉപദേവതകൾക്ക് പ്രാധാന്യമില്ലാത്ത ദേവീക്ഷേത്രത്തിൽ നന്ദി മഹാകാളന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. 2 നാഗബിംബങ്ങളാണ് ഈ ശ്രീകോവിലിൽ കാണുവാൻ സാധിച്ചത്. പ്രപഞ്ചമാതാവിൻ്റെ കൈപ്പത്തികൾ പ്രതിഷ്ഠിതമായ ഹേമാംബികാ ക്ഷേത്രം അഥവാ ഹേമൂർ ഭഗവതി ക്ഷേത്രം വ്യത്യസ്തമാർന്ന ഒരു ദിവ്യാനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. ഈ ദേവീക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നത് പരമമായ ശാന്തി തന്നെയാണ്. ജ്ഞാനസ്വരൂപിണിയായ ഭഗവതി ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ ആത്മാവിൽ നിറയുന്നതും പരമാനന്ദവും ശാന്തിയും ജ്ഞാനവും തന്നെയാണ്. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വാക്കുകൾ ഹേമാംബികയുടെ അഥവാ ഏമൂർ ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവമംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ഹേമാംബിക നാം ഏവരെയും കാത്തു സംരക്ഷിക്കട്ടെ. ശ്രീ ഹേമാംബികായേ നമ. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവീ നമഃ.